ടാൻജൻസ്, തൊടുവരകൾ. നമ്മുടെ 5ാമത്തെ പാർട്ടാണ്. ഇതിലെ ആദ്യം നമുക്ക് ഞാണും തൊടുവരയും. ഓക്കെ, ഒരു വൃത്തത്തിലൊരു ഞാൺ വരയ്ക്കുക. ആ ഞാണും ഇവിടെ ഒരു തൊടുവരയുണ്ട്. ഇവ തമ്മിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഇവ തമ്മിൽ എന്തൊക്കെ ബന്ധങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ പി എ എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും തൊടുവരകളാണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നറിയാം. ഇവിടെ തൊടുവരയും ഞാണും തൊടുവരയും എന്നാണ്. ഞാണും തൊടുവരയും. ഓക്കെ, അതായത് കോഡ് ആൻഡ് ടാൻജൻസ്. കോഡ് ആൻഡ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ പി എ പി ബി ടാൻജൻ്റ് ആണ്. ഒ എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ കേന്ദ്രകോൺ എക്സ് ഡിഗ്രി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി ഒ എ എന്ന് പറയുന്ന നീളവും ഒ ബി എന്ന് പറയുന്ന നീളവും ആരം ആയതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും നീളം തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരേപോലെയുള്ള രണ്ട് സൈഡിൽ ഒരേപോലെയുള്ള ലെറ്റർ ഒ ആണ്. മാറ്റിയാൽ എയിലും ബിയിലും ഉണ്ടാകുന്ന കോണുകൾ തുല്യമായിരിക്കും എന്നാണ്. എയിൽ ഉണ്ടാകുന്ന കോൺ എത്രയാണോ അത് തന്നെയാണ്, ബിയിൽ ഉണ്ടാകുന്ന കോൺ എത്രയാണോ അത് തന്നെയാണ് എയിൽ ഉണ്ടാകുന്നത്. ഈ രണ്ട് കോണുകളുടെ അളവുകൾ തുല്യമായിരിക്കും. അപ്പോൾ ആ കോണളവ് കാണുന്നത് ഈ 3 കോണളവോടുകൂടി ചേർന്നാൽ 180 ആയതുകൊണ്ട് ഒ എ ബി എന്ന് പറയുന്ന കോൺ ഒ എ ബിയും അതുപോലെ കോൺ ഒ ബി എയും രണ്ടും തുല്യമാണ്. അത് കാണുന്നത് 180-ൽ നിന്നും ഈ എക്സ് കുറച്ച് പകുതി എടുത്താൽ മതി. ഈ കേന്ദ്രകോണ എക്സ് കുറച്ച് പകുതി എടുക്കുക. അപ്പോൾ പകുതി എടുക്കുമ്പോൾ 180-ൻ്റെ പകുതി 90 മൈനസ് x/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് 90 മൈനസ് x/2 എന്നാണ്. ഇവിടെയും ഇത് 90 മൈനസ് x/2 ആണ്. നമുക്കറിയാം ഈ തൊടുവരയും ഈ ആരവും, ഇതാണ് ആരം എന്ന് പറയുന്നത്. തൊടുവരയും ആരവും ലംബമാണ്. ഇത് ലംബമാണ്. അതായത് രണ്ടും കൂടി ചേർന്നാൽ 90 കിട്ടുമെന്നാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ 90 കിട്ടും. അപ്പോൾ ഒരെണ്ണം 90 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് x/2 ആണ്. 90 മൈനസ് എക്സ് അല്ല, 90 മൈനസ് x/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചേരണമെങ്കിൽ 90 കിട്ടണമെങ്കിൽ ഇതെന്തായിരിക്കണം? x/2 ആയിരിക്കണം. ഇവിടെയും ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ കോൺ എന്ന് പറയുന്നത് x/2 ആണ്. അതായത് കോൺ പി എ ബി എന്ന് പറയുന്നത്, therefore കോൺ പി എ ബി എന്ന് പറഞ്ഞാലും കോൺ പി ബി എ എന്ന് പറഞ്ഞാലും അത് x/2 ആണ്. ഓക്കെ, ഇനി ഈ ഞാൺ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കോഡ് എന്ന് പറയുന്നത്. ഈ ഞാൺ എടുത്താൽ ഈ ഞാൺ വൃത്തത്തെ 2 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നുണ്ട്. അതിൽ ഈ ഞാൺ ഉൾപ്പെടുന്ന വൃത്തത്തിൻ്റെ ഭാഗം, അതായത് എ ബി ഉൾപ്പെടുന്ന വൃത്തത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ 2 ടാൻജൻറ്റിന് ഇടയ്ക്ക് കിടക്കുന്ന ഭാഗവും ഒന്ന് പുറത്ത് കിടക്കുന്ന ഭാഗവും. അവിടേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ബിയിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചു. ഇതേപോലെ ഇവിടുന്ന് എയിലേക്കും വര വരയ്ക്കുന്നു. അങ്ങനെ എയിലേക്കും വര വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. നമുക്ക് സി എന്ന് വിളിക്കാം. കേന്ദ്രകോൺ എക്സ് ആണെങ്കിൽ ഈ സിയിൽ ഉണ്ടാകുന്ന കോൺ എത്രയാണെന്ന് നമുക്കറിയാം, x/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് x/2 വന്നിരിക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഈ ആംഗിൾ x/2 ആണ്. അത് കോൺ സി എന്ന് പറയുന്നത് x/2 ആണ്. കോൺ പി എ ബി എന്ന് പറയുന്നത് x/2 ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ളൊരു ബന്ധം ഇപ്പോൾ നമുക്ക് ക്ലിയർ ആക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, വൃത്തത്തിനകത്ത് ഒരു ഞാൺ ഉണ്ടെങ്കിൽ ആ ഞാണും തൊടുവരയ്ക്കും ഇടയ്ക്കുള്ള കോൺ, അത് ഈ ഞാൺ ഒരു വശമായിട്ട് വരുന്ന ത്രികോണം ഈ വൃത്തത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ആ ത്രികോണത്തിൻ്റെ ഈ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ 3ാമത്തെ വെർട്ടെക്സും അവിടെ ഉണ്ടാകുന്ന കോണും x/2 ആയിരിക്കും. ഓക്കെ, therefore നമുക്ക് പറയാം ആംഗിൾ സി ഈസ് ഈക്വൽ ടു x/2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് പല ചോദ്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇത് പ്രയോജനപ്പെടും. എന്താണ്? ഞാണും തൊടുവരയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ,
ദ ആംഗിൾ ബിറ്റ്വീൻ ദി കോഡ് ആൻഡ് ടാൻജൻറ്റ്. അതെന്താണോ അതിനോട് സെയിം ആയിക്കൊണ്ട് നമുക്ക് മറ്റൊരു ആംഗിൾ, ഈ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ, ഈ കോഡ് ഒരു സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്താൽ, ആ കോഡിൻ്റെ എൻഡ് പോയിന്റ് ഒഴിവാക്കിയാൽ മൂന്നാമത്തെ വെർട്ടെക്സ് ആയിരിക്കും, അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഈ ആംഗിളുമായിട്ട് സെയിം ആയിരിക്കും. ഇതാണ് അറിയേണ്ടത്. ഇവിടെ x/2 അല്ല, ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ. സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ, കേന്ദ്രകോൺ എക്സ് ആണെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട കാര്യം ആ കേന്ദ്രത്തിൽ നിന്നുള്ള വൃത്തകേന്ദ്രവും അതേപോലെ ഇവിടുത്തെ ആരം, ഇത് പി എന്ന് പറയുന്ന പോയിന്റ്, ഇത് എ, ഇത് ബി, ഇത് സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എ ബിയും തൊടുവരയും, എ ബി എന്ന് പറയുന്ന ഒരു ഞാണാണ്, ഇതാണ് ഒരു കോഡ്. ഈ കോഡും തൊടുവരയും ഉണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആയാൽ, ഈ കോഡ്, അതായത് ഈ ഞാൻ, ഈ വൃത്തത്തിൻ്റെ മറുഭാഗത്ത് ഒരു ത്രികോണം ഉണ്ടാക്കുന്നുണ്ട്. ആ ത്രികോണത്തിൻ്റെ മറുഭാഗത്തുണ്ടാകുന്ന കോണളവും ഒന്ന് തന്നെയാണ്. അതേപോലെ ഈ പി എ എന്ന് പറയുന്ന ഈ നീളവും പി ബി എന്ന് പറയുന്ന ഈ നീളവും തുല്യമായതുകൊണ്ട് ഈ പി എയുടെയും പി ബിയുടെയും എൻഡ് പോയിന്റ്, പി എയുടെ എൻഡ് പോയിന്റ് എ ആണ്, പി ബിയുടെ എൻഡ് പോയിന്റ് ബി ആണ്, അവിടെ ഉണ്ടാക്കുന്ന കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ are tangents to the circumcircle of the small triangle through its vertices. ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ മൂലകളിലൂടെയുള്ള പരിവൃത്തത്തിന്, ചെറിയ ത്രികോണമാണ്, മൂലകളിലൂടെയുള്ള പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ. വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ കാണുക. അപ്പോൾ നമുക്കിത് പി, ഇത് എ ബി, ത്രികോണം എ ബി സി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ ഉണ്ടാകുന്ന കോൺ, അതായത് തൊടുവരയും എ ബി എന്ന് പറയുന്ന ഞാണും ഉണ്ടാക്കുന്ന കോൺ, ഈ ഞാൻ ഒരു വശമായി വൃത്തത്തിൻ്റെ മറുഭാഗത്ത് വരയ്ക്കുന്ന അല്ലെങ്കിൽ മറുഭാഗത്ത് ഉണ്ടാകുന്ന കോണും ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 80 ഡിഗ്രി ആവും എന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വരകളുടെ നീളം, അപ്പോൾ പി എ ബി, കോൺ സി എന്ന് പറയുന്നത്, കോൺ സി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ദെർഫോർ കോൺ പി എ ബി എന്ന് പറയുന്നതും 80 ഡിഗ്രിയാണ്. ഈ രണ്ട് വരകളുടെ നീളം തുല്യമാകുന്നത്, പി ബിയും പി എയും തുല്യമായതുകൊണ്ട് ബിയിൽ ഉണ്ടാകുന്ന കോണും 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ പി ബി എ, പി എ ഈക്വൽ ടു പി ബി ആയതിനാൽ, പി എ സമം പി ബി ആയതിനാൽ കോൺ പി എ ബി സമം കോൺ പി ബി എ ഈക്വൽ ടു 80 ഡിഗ്രി. ഇത് രണ്ടും 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ പി കാണാമല്ലോ. ഓക്കെ, ദെർഫോർ കോൺ പി ഈസ് ഈക്വൽ ടു 180 നിന്നും 80 + 80 കുറയ്ക്കുക, 180 - 160, 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 20 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതായി. ഇനി ഇത് ക്യൂ എന്നും ഇത് നമുക്ക് ആർ എന്നും വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഞാൻ എടുക്കുക. എ ബി എന്ന് പറയുന്ന ഞാനാണ് ഇപ്പോൾ എടുത്തത്. ഇനി എ സി എന്ന് പറയുന്ന ഞാൻ എടുക്കുക. എ സി എന്ന ഞാൻ എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ ദാ ഈ കോണിനോട് തുല്യമായിരിക്കും. ഇതാണ് കോൺ ക്യു എ സി. എ സി ഈസ് എ, ഇവിടുത്തത് എ ബി ഈസ് എ കോഡ്, എ ബി ഈസ് എ കോഡ്. അതെടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അടുത്തത് എ സി ഒരു ഞാണാണ്. എ സി
ഒരു ഞാൻ ആണ്. എ സി ഈസ് എ കോഡ്. അങ്ങനെയാണെങ്കിൽ കോൺ ക്യു എ സി, ദെയർഫോർ കോൺ ക്യു എ സി എന്ന് പറയുന്ന കോണും കോൺ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. കോൺ ബി അല്ലേ, കോൺ ബി ആയിട്ട് തന്നെ, കോൺ ബി അത് രണ്ടും തുല്യമാണ്, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയാണ്. ഇനി ക്യു എയും ക്യു സിയും തുല്യമായതിനാൽ സിൻസ് ക്യു എ ഈക്വൽ ടു ക്യു സി, കോൺ ക്യു എ സി എന്ന് പറയുന്നത്, കോൺ ക്യു എ സിയും കോൺ ക്യു സി എയും രണ്ടും 60 ഡിഗ്രി വീതമാണ്. ഇതും 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ ക്യു എന്ന് പറയുന്നത്, ദെയർഫോർ കോൺ ക്യു എന്ന് പറയുന്നത് 180 നിന്നും 60 + 60 കുറയ്ക്കുക. അപ്പോൾ 180 നിന്നും 120 മൈനസ് ചെയ്യണം, 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ കോൺ ക്യു എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ പി ഐ ക്യു ഐ. അങ്ങനെയാണെങ്കിൽ ആറ് കാണാമല്ലോ. ദെയർഫോർ ആർ എന്ന് പറയുന്നത് 180 നിന്നും എത്രയാണ്, 20 + 60 കുറയ്ക്കുക. അപ്പോൾ 180 നിന്ന് 80 കുറയ്ക്കുമ്പോൾ 100 ഡിഗ്രി എന്ന് കിട്ടും. ദെയർഫോർ കോൺ ആർ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അങ്ങനെ വലിയ ത്രികോണത്തിലെ എല്ലാ കോണും നമുക്ക് കണ്ടെത്താം. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നേരെ തിരിച്ച്, അതായത് നമ്മൾ ചെറിയ വൃത്തത്തിലെ കോണുകൾ തന്നിട്ട് വലിയ വൃത്തത്തിലെ കോണുകൾ, ചെറിയ ത്രികോണത്തിലെ കോണുകൾ തന്നിട്ട് വലിയ ത്രികോണത്തിലെ കോണുകൾ കണ്ടു. ഇനി അടുത്തത് നമുക്ക് വലിയ ത്രികോണത്തിലെ കോണുകൾ തന്നിട്ടുണ്ട്, ചെറിയ ത്രികോണത്തിലെ കോണുകൾ നമുക്ക് കാണണം. In the picture, the sides of the large triangles are tangents of the circle of the small triangle through its vertices. Calculate the angles of the small triangle. ചെറിയ ത്രികോണത്തിലെ മൂലകളിലൂടെയുള്ള പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ. ചെറിയ ത്രികോണത്തിലെ കോണുകൾ കാണുക. അപ്പോൾ നമുക്ക് വലിയ ത്രികോണത്തിന് നമുക്ക് പി ക്യു ആർ, ഇവിടെ പി, ഇത് ക്യു, ഇത് ആർ എന്നും, ഇത് എ, ഇത് ബി, ഇത് സി എന്നും പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ 60 ഡിഗ്രിയാണ് കോൺ ക്യു എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ തുടങ്ങാം, ഇവിടെ തുടങ്ങാം. കോൺ ക്യു എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ക്യു എയും ക്യു സിയും തുല്യം അല്ലേ. സിൻസ് ക്യു എ സമം ക്യു സി, ഏതൊക്കെ കോണുകളാണ്? കോൺ ക്യു എ സി, കോൺ ഇവിടെ എഴുതാം, കോൺ ക്യു എ സി എന്നതും കോൺ ക്യു സി എയും കാണാൻ 180 നിന്നും 60 കുറച്ചിട്ട് പകുതി എടുക്കുക എന്നാണ്. അപ്പോൾ അത് 180 നിന്ന് 60 കുറച്ചാൽ 120/2 സമം 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെയും 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എ സി കോഡാണ്. ഇവിടെ 60 ആയാൽ, അതായത് ക്യു എ സി എന്ന് പറയുന്ന 60 ആയാൽ ഈ കോഡ് ഒരു വശമായ ത്രികോണം ഈ വൃത്തത്തിന്റെ മറുഭാഗത്തുണ്ട്. അവിടെ ഉണ്ടാകുന്ന കോൺ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ കോൺ ക്യു എ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ദെയർഫോർ കോൺ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഈ 40 ഡിഗ്രി കോണിലേക്ക് വരുന്നു. എന്താണ്? കോൺ പി എന്ന് പറയുന്നത്, കോൺ പി എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. പി എയും പി ബിയും തുല്യമാണ്. അപ്പോൾ കോൺ പി എ ബിയും കോൺ പി ബി എയും കാണാൻ 180 നിന്ന് 40 കുറയ്ക്കുക, പകുതി എടുക്കുക. 140ന്റെ പകുതിയാണ് 70 ഡിഗ്രി വെച്ച് വരും. അപ്പോൾ ഇവിടെ 70 ഡിഗ്രിയാണ്, ഇവിടെയും 70 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എ ബി ഒരു കോഡായതുകൊണ്ട് ഈ കോഡും തൊടുവരയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ 70 ആണെങ്കിൽ ആ വശം
ഈ ത്രികോണത്തിലെ ത്രികോണം എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ ഒരു വശമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിന്റെ മറുഭാഗത്ത് ഉണ്ടാകുന്ന സി എന്ന് പറയുന്ന കോണും ഈ 70 തന്നെ ആവും. കോൺ പി എ ബി സമം 70 ഡിഗ്രി. therefore കോൺ സി സമം 70 ഡിഗ്രി. അപ്പോൾ ഇതും 70 ഡിഗ്രിയാണ്. അപ്പോൾ ചെറുതിൽ 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് നമുക്ക് കാണാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ 60ഉം 70ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് ചേർത്താൽ 180 കിട്ടണമല്ലോ. അപ്പോൾ കോൺ എ അല്ലെങ്കിൽ കോൺ ബി എ സി ഈസ് ഈക്വൽ ടു 180 നിന്നും 70 + 60 കുറയ്ക്കുക. 180 മൈനസ് 130 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ്. അങ്ങനെ ചെറിയ ത്രികോണത്തിലെ എല്ലാ കോണുകളും നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഇതേ ആശയം വരുന്ന മറ്റൊരു ചോദ്യമാണ്. ഇൻ ദ പിക്ചർ പി ക്യു എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്. പി ക്യു ആർ എസ് രണ്ടാമത്തെ തൊടുവരയാണ്. ടി യു മൂന്നാമത്തെ തൊടുവരയാണ്. ടു ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, സോർട്ട് ഔട്ട് ദി ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. തുല്യമായ കോണുകൾ അടയാളപ്പെടുത്താനാണ്. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ മൂലകളിലൂടെയുള്ള പരിവൃത്തത്തിന് വരച്ച തൊടുവരകളാണ് പി ക്യു ആർ എസ് ടി യു എന്നീ വരകൾ. ചിത്രത്തിലെ തുല്യമായ കോണുകൾ തരംതിരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ തൊടുവരയും കോഡും എടുത്താൽ മതി. തൊടുവരയും ഞാണും. അതായത് പി ക്യു എന്ന് പറയുന്ന തൊടുവര എടുക്കുക, എ ബി എന്ന് പറയുന്ന ഞാൻ എടുക്കുക. അതിവിടെ ഒരു കോൺ ഉണ്ടാകുന്നുണ്ട്. പി ക്യു എന്ന തൊടുവരയും എ ബി എന്ന ഞാണും. അതിൽ എ എന്ന് പറയുന്ന പോയിന്റ് എടുത്താലും മതി നമുക്ക്. അപ്പോൾ ഈ തൊടുവരയും ഞാണിനും ഇടയ്ക്കുണ്ടാകുന്ന കോൺ എത്രയാണോ അത് തന്നെയായിരിക്കും ഈ ഞാൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്ന വൃത്തത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഈ ഞാൻ എ ബി എന്ന് പറയുന്ന ഞാൻ വൃത്തത്തെ ചെറിയ ഒരു ഭാഗവും വലിയ ഒരു ഭാഗവുമായിട്ട് ഭാഗിക്കുന്നുണ്ട്. അതിൽ വലിയ ഭാഗത്തുണ്ടാകുന്ന ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിലെ സി എന്ന് പറയുന്ന ഈ ആംഗിളിനോട് സെയിം ആകും. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? കോൺ ബി എ ക്യു എന്ന് പറയുന്ന കോൺ എ ബി ഈസ് എ ബി വൃത്തത്തിന്റെ ഞാണാണ്. എ ബി വൃത്തത്തിന്റെ ഞാൻ ആണ്. പി ക്യു വൃത്തത്തിന്റെ തൊടുവര ആണ്. ഓക്കെ, അപ്പോൾ കോൺ ബി എ ക്യു എന്ന് പറയുന്നതും കോൺ ബി സി എ സി ബി കോൺ എ സി ബി എന്ന് പറയുന്നതും തുല്യമാണ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ഏതാണ് ആർ എസ് എന്ന് പറയുന്നത് തൊടുവരയും എ ബി അവിടുത്തെ കോഡുമാണ്. ഓക്കെ, ആർ എസ് എന്നത് തൊടുവരയും എ ബി അവിടുത്തെ കോണുമാണ്. സോറി, എ ബി ഒരു ഞാണുമാണ്. ആർ എസ് ഈസ് എ ടാൻജന്റ് and RS is a tangent and AB is a chord. AB എന്നോ BA എന്നോ പറയാം. and BA is a chord. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ കോൺ. എന്താണ് കോൺ? ഈ തൊടുവരയ്ക്കും ഈ സൈഡിനും എ ബി എന്ന് പറയുന്ന വശത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന കോൺ ആരുമായിട്ട് തുല്യമായിരിക്കും? സിയുമായിട്ട് തുല്യമായിരിക്കും. കോൺ എസ് ബി എ. therefore കോൺ എസ് ബി എ സമം കോൺ എ സി ബി. ഓക്കെ, അപ്പോൾ ഇത് എ സി ബിക്ക് തുല്യമായിട്ട് നമുക്ക് ഈ രണ്ട് കോണുകൾ അടയാളപ്പെടുത്താം. അടുത്തത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള പി ക്യു എന്ന് പറയുന്നതും
എ ബി വൃത്തത്തിൻ്റെ ഞാണാണ്, പി ക്യു തൊടുവരയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ പി എ സി എന്ന് പറയുന്ന കോൺ, ഇവിടെ ഉണ്ടാകുന്ന കോൺ അത് മറ്റൊരു കളറിൽ അടയാളപ്പെടുത്താം നമുക്ക്, തുല്യമായ കോൺ അല്ലേ. പി ക്യു ഈസ് എ ടാൻജൻറ്റ്, എ സി ഈസ് എ കോഡ്, അപ്പോൾ എന്തു പറയാം, കോൺ പി എ സി, ഈ കോൺ അല്ലേ, അത് ആരുമായിട്ട് തുല്യമായിരിക്കും, ഇതുമായിട്ട് തുല്യമായിരിക്കും. കോൺ പി എ സി ഈക്വൽ ടു കോൺ എ ബി സി. ഓക്കെ, അതേപോലെ ടി യു ഈസ് എ ടാൻജൻറ്റ്, സി എ ഈസ് എ കോഡ്. അപ്പോൾ നമുക്ക് പറയാലോ, എന്തു പറയാം, ഈ കോണ് ആരുമായിട്ട് തുല്യമായിരിക്കും, കോൺ ബിയുമായിട്ട് തുല്യം, ടി സി എ. therefore കോൺ ടി സി എ ഈസ് ഈക്വൽ ടു കോൺ എ ബി സി. ഓക്കെ, അപ്പോൾ അതായി. ഇനി വീണ്ടും നമ്മൾ ഇവിടേക്ക് വരുന്നു. എവിടേക്കാണ്? ടി യു ബി സിയും സി ബിയും ബി സി. ടി യു ഈസ് എ ടാൻജൻറ്റ്, and CB is a chord. അപ്പോൾ ഇവിടുത്തെ കോൺ ഏത് പറയാം? കോൺ കോൺ യു സി ബി, കോൺ യു സി ബി ഈക്വൽ ടു ഏതാണ്? കോൺ സി എ ബി. അതേപോലെ ആർ എസ് ഈസ് എ ടാൻജൻറ്റ് ആൻഡ് ബി സി ഈസ് എ കോഡ്. ആർ എസ് ഈസ് എ ടാൻജൻറ്റ്, ബി സി ഈസ് എ കോഡ്. അപ്പോൾ ആർ ബി സി സി എ ബി ആയിട്ട് തുല്യം. കോൺ ആർ ബി സി ഈസ് ഈക്വൽ ടു കോൺ സി എ ബി. ഇത്രയുമാണ് നമുക്ക് തുല്യമായ കോണുകൾ. അതായത് ഇത് മൂന്നും തുല്യം, സി എ ബി ഇവിടെ രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ യു സി ബിയും സി എ ബിയും ആർ ബി സിയും ഇത് ഒരുമിച്ച് ഓർത്ത് വെക്കുക. അടുത്തത് ഇത് ഒരുമിച്ച് ഓർക്കുക. അടുത്തത് ഇത് ഒരേപോലെയാണെന്ന്, ഇത് മൂന്നും തുല്യമായിരിക്കും. ഓക്കെ. In the picture, the tangent to the circumcircle of a regular pentagon through a vertex is shown. അപ്പോൾ ടാൻജന്റിന് നമുക്ക് പി ക്യു എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടുന്നെങ്കിലും തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങാം. എ ബി സി ഡി ഇ. ഇതൊരു റെഗുലർ പെൻറ്റഗൺ ആണ്, സമപഞ്ചഭുജം ആണ്. ഈ സമപഞ്ചഭുജം ആയാൽ നമുക്കറിയാം, ഇവിടെ ഉണ്ടാകുന്ന ഈ കോണാണ് സമപഞ്ചഭുജത്തിന്റെ ഒരു മൂലയിൽ കൂടി അതിന്റെ പരിവൃത്തത്തിന് തൊടുവര വരച്ചിരിക്കുന്നത്. പി ക്യു തൊടുവരയാണ്. തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള പഞ്ചഭുജത്തിന്റെ വശവും തമ്മിലുള്ള കോൺ കണക്കാക്കണം. ഈ കോണാണ് നമുക്ക് അറിയേണ്ടത്. പഞ്ചഭുജത്തിന്റെ വശവും തൊടുവരയ്ക്കും ഇടയ്ക്കുള്ളത് ഈ രണ്ട് കോണുകൾ.
ഇത് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു. ഈ കോൺ എന്ന് പറയുന്നത് ഈ വശം എ ഇ എന്ന് പറയുന്ന വശം ഒരു വശമായിട്ട് ഒരു ത്രികോണം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ത്രികോണം ഉണ്ടാക്കണമെങ്കിൽ എയും ഇയും ഡിയും ഉണ്ട്. ഡിയിൽ നിന്ന് എയിലേക്ക് യോജിപ്പിക്കുക. ഡിയിൽ നിന്ന് എയിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഡിയിൽ നിന്ന് എയിലേക്ക് യോജിപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു എ ഇ ഒരു വശമായ ത്രികോണം നമുക്കിവിടെ കിട്ടും. ഓക്കെ, യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ കോൺ, ഇത് വശമായ ഒരു ത്രികോണം ഇപ്പോൾ എ ഇ ഡി ആണ്. അതിൽ ഈ വര ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ ഈ വര വൃത്തത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. അതിൽ മുകളിലത്തെ ഭാഗത്തിൽ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത് ഈ കോണാണ്. നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ കോണാണ്. ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ത്രികോണം നിർമ്മിക്കണം. അത് ത്രികോണം വേണമെങ്കിൽ ഇങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. എന്തായാലും നമുക്കിവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കണം. എന്താ, എ ഇ ഒരു വശമായ ഒരു ത്രികോണം ഉണ്ടാക്കണം. അതിനാണ് എ ഡി യോജിപ്പിച്ചത്. അങ്ങനെ ഇവിടെ ഒരു ത്രികോണം കിട്ടും. ഈ ത്രികോണത്തിൽ ഈ കോൺ എത്രയാണെന്ന് അറിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ കോൺ അറിയുക എന്നുള്ളതാണ്. എങ്ങനെ അറിയാം? ഇതിൽ ഇ എന്ന് പറയുന്ന കോൺ, ഇതൊരു സമപഞ്ചഭുജം ആയതുകൊണ്ട് കോൺ ഇ എന്ന് പറയുന്നത്, സമപഞ്ചഭുജത്തിലെ ഓരോ കോണും 108 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? സമപഞ്ചഭുജത്തിലെ ഓരോ കോണും 108 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ ഇ എന്ന് പറയുന്നത്, അതായത് പഞ്ചഭുജം ആയതുകൊണ്ട് മുഴുവൻ കോണുകളുടെ തുക എന്ന് പറയുന്നത് 540 ആണ്. സം ഓഫ് ദി ആംഗിൾസ്, കോണുകളുടെ തുക, സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, എന്നാലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. വശങ്ങളുടെ നീളം n-2 × 180, വശങ്ങളുടെ നീളത്തിൽ 2 കുറയ്ക്കുക, 180 കൊണ്ട് ഗുണിക്കുക എന്നാണ് തുക കാണുന്നതിന്. അപ്പോൾ ഇവിടെ വശങ്ങളുടെ 5 ആണ്. അപ്പോൾ ഇത് 180 × 3 540 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഒരു കോൺ, therefore കോൺ ഇ എന്ന് പറയുന്നത് 540/5 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുക. അങ്ങനെയാണ് 108 ഡിഗ്രി എന്ന് കിട്ടുന്നത്. ഇനി ഇ ഡിയും ഇ എയും തുല്യമാണ്. സമപഞ്ചഭുജമായതുകൊണ്ട് ഇ ഡി എത്രയാണോ അത് തന്നെയാണ് ഇ എ എന്ന് പറയുന്നത്. ഇ ഒഴിവാക്കിയാൽ ഡിയിലും എയിലും ഒരേ ആംഗിൾ ആയിരിക്കും. ഡിയിലും എയിലും ഇവിടെയും ഒരേ ആംഗിൾ തന്നെ ആയിരിക്കും. ആ ആംഗിൾ കാണുന്നതിന് therefore കോൺ ഇ ഡി എ സമം കോൺ ഇ എ ഡി സമം 180 നിന്നും 108 കുറയ്ക്കുക, പകുതി എടുക്കുക. അപ്പോൾ 72/2 36 ഡിഗ്രി വെച്ചാവും. തീർന്നു, ആൻസർ ആവും. 36 ഡിഗ്രിയാണ്. ഇവിടെയും 36 ഡിഗ്രിയാണ്. ഇവിടെ 36 ആയാൽ therefore PAE, കോൺ PAE സമം 36 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് 36 ഡിഗ്രിയാണ്. ഇത് നമുക്ക് ഓരോ ആംഗിളും 108 ആണ്. ഇവിടെ 108 ഡിഗ്രിയാണ്. ഇത് 36 ആയാൽ ഇത് 108 ആണ്. അപ്പോൾ 36ഉം 108ഉം ഇതും കൂടി ചേർന്നാൽ 180 കിട്ടണമല്ലോ. അപ്പോൾ ഇത് 36 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 36 ആയിരിക്കും. ഇവിടെ 36 ആണ്, ഇവിടെ 36 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180 കിട്ടും. therefore കോൺ BAQ എന്ന് പറയുന്നതും 36 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതാണ് തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള പഞ്ചഭുജത്തിന്റെ വശവും. തൊടുവരയും പഞ്ചഭുജത്തിന്റെ വശവും തമ്മിലുള്ള കോണ് 36 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങൾ. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും SCERT ക്വസ്റ്റ്യൻ ബോർഡിലുള്ള ചോദ്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ.